ഒരു പരസ്യം എന്ന നിലയിൽ നമ്മളത് ആലോചിക്കണമല്ലോ. പരസ്യം എന്ന നിലയിൽ അത് മർമ്മത്ത് ചെന്ന് തൊട്ട പരസ്യമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം PRDയുടെ ഇത്തരം പരസ്യങ്ങൾ അങ്ങനെ സാധാരണ കാണാറില്ല. ഇപ്പോൾ തെലങ്കാന സർക്കാരിൻ്റെ പരസ്യം ഇവിടെ വരുന്നുണ്ട്. അതായത് വനിതകൾക്ക്, സ്ത്രീകൾക്ക് അവിടെ പെൻഷൻ പൈസ കൊടുക്കുന്ന കാര്യമൊക്കെയാണ്. എന്തൊക്കെയോ പേരിൽ പൈസ കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള പരസ്യങ്ങൾ. പക്ഷേ അവിടുന്ന് വന്ന പരസ്യങ്ങളിൽ ഒന്നെന്താണ്, വീട് ലൈഫ് പദ്ധതി പോലെ അവിടെ നിർമ്മിച്ച് നൽകുന്ന വീടുകൾ. അത് സത്യത്തിൽ ഒരു സ്വയംപാരയായി മാറി. ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ലൈഫ് വീടുകളിൽ മറ്റേ ബോർഡും കൊടിയുടെ പടവും ഒന്നുമില്ലല്ലോ. അവിടെ അതുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ LDFൻ്റെ പ്രവർത്തകർ അതിനെ പ്രതിരോധിക്കുന്നതൊക്കെ കണ്ടു. അത് അസ്വാഭാവികമാവണ്ണം ഈ പരസ്യം വരുന്നുണ്ടായിരുന്നു. ഈ തെലങ്കാന സർക്കാരിൻ്റെ പരസ്യം അത് അത്ര സ്വാഭാവികമല്ലത്. ആ മട്ടിൽ അത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നിൽക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ചർച്ച ഇങ്ങനെ ഏറി നിൽക്കുമ്പോഴാണ് ഈ പരസ്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരസ്യം കൂടുതൽ ശ്രദ്ധിച്ചു ആളുകൾ. ഈ പരസ്യത്തിലൊരു വിമർശനം ഉയർന്നത്, ചില മാധ്യമപ്രവർത്തകർ ഉയർത്തിയ ഒരു വിമർശനം, ഇത് മീഡിയ എത്തിക്സിന് ചേർന്നതല്ല, ജാക്കറ്റ് ആഡ് ഇങ്ങനെ കൊടുക്കുന്നതല്ല. ജാക്കറ്റ് ആഡിൽ കണ്ടിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതിനെക്കുറിച്ച് അത് തുടങ്ങിയ കാലം മുതൽ എനിക്ക് തോന്നുന്നു ടൈംസ് ഓഫ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു ആദ്യം ഈ ജാക്കറ്റ് ആഡ് കൊടുക്കുന്നത്. അന്ന് തന്നെ വലിയ വിമർശനമൊക്കെ ഉയർന്നിട്ടുണ്ട് ഇത്. അപ്പോൾ അന്ന് അതിൻ്റെ ഉടമകൾ പറഞ്ഞത്, ഇത് മറ്റേത് ബിസിനസ്സും പോലെ തന്നെ ഒരു ബിസിനസ്സാണ്, അതിൻ്റെ ഏത് ഭാഗം ഈ രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റുമെങ്കിലും കച്ചവടം ചെയ്യുമെന്ന മട്ടിലാണ് ആ കാലത്ത് അത് പറഞ്ഞത്. അന്ന് ഇതിനെ ഒത്തിരി വിമർശിച്ചിരുന്നു. പക്ഷേ പിന്നെ എന്തൊക്കെ തരത്തിലുള്ളതാണ്. ഒരു ദിവസം പത്രം വന്നു കഴിഞ്ഞാൽ പത്രത്തിൻ്റെ 1-ാം പേജിൽ ഒരു കണ്ണാടി, അതിലൊരു മാല മാത്രം. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ മാല ഇട്ട് നിൽക്കുന്ന പോലെ തോന്നും. ഇങ്ങനെയുള്ള വലിയ പരീക്ഷണങ്ങൾ ഈ പത്രങ്ങളിലുണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് ഈ പരീക്ഷണം ഒരു പരസ്യം എന്ന നിലയ്ക്ക് നോക്കിയാൽ ഗംഭീരമായി. കാരണം അത് ഇത്രമേൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പരസ്യം അടുത്ത കാലത്ത് വേറെ വന്നിട്ടില്ലല്ലോ.